ഹായ് ഹലോ. ഇന്ന് ഇൻസ്റ്റയിൽ ഒരു റെസിപ്പി കണ്ടാണേ. ഈസി ലേസി ഇടിയപ്പം. ഈ കുഴയ്ക്കാനും പിടിക്കാനും ഒക്കെ ഉള്ള മടി കാരണം ഞാൻ സാധാരണ വീട്ടിൽ ഇടിയപ്പം ഉണ്ടാക്കാറേ ഇല്ല. അതുകൊണ്ട് തന്നെ ഈ റെസിപ്പി കണ്ടു കഴിഞ്ഞപ്പോൾ ഒന്ന് ചെയ്തു നോക്കാൻ തോന്നി. ഇവർ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ജാപ്പനീസ് റൈസ് നൂഡിൽസ് ആണേ. അപ്പോൾ സാധനം നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ഉണ്ടാക്കി നോക്കല്ലേ. ആദ്യം നമുക്ക് ആവശ്യമായിട്ടുള്ള നൂഡിൽ ഒരു പാത്രത്തിലേക്ക് എടുക്കുക. പിന്നെ അതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അതിൻ്റെ മൂടി വെച്ച് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് അവിടെ അങ്ങ് വെക്കുക. 10 മിനിറ്റ് കഴിയുമ്പം ആ മൂടി തുറന്ന് ഒരു ഡ്രെയിനർ വെച്ച് അതിൻ്റെ അകത്തുനിന്ന് കൂടുതലായിട്ടുള്ള വെള്ളം എല്ലാം കളയുക. എന്നിട്ട് പിന്നെ ഒരു അരിപ്പയിലേക്ക് ഈ നൂഡിലെല്ലാം എടുത്ത് നല്ലപോലെ വെള്ളം വാരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ഞാൻ ഏകദേശം ഒരു 3-4 മിനിറ്റ് ഇത് അരിപ്പയിൽ വെച്ചായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഒരു പാത്രത്തിലേക്ക് ഒരു ഇടിയപ്പത്തിൻ്റെ വലിപ്പത്തിൽ ഒരു ടെക്സ്ചറിലും നമ്മൾ തന്നെ കട്ട് ചെയ്ത് അതുകൊണ്ട് സെറ്റ് ചെയ്യുക. പിന്നെ ഒരു ഭംഗിക്ക് ഇച്ചിരി തേങ്ങയും കൂടെ ഇട്ടാട്ടോ. അത് കഴിയുമ്പോൾ ഈ മൈക്രോവേവ് ഓവനിലേക്ക് വെച്ച് ഒരു 2 മിനിറ്റ് ഒന്ന് ചൂടാക്കുകയും കൂടെ ചെയ്യണം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഇടിയപ്പം റെഡിയായിരുന്നേ. മാവ് കുഴയ്ക്കാനോ അച്ചിലിട്ട് പ്രസ് ചെയ്യാനോ ഒന്നും നിൽക്കണ്ട. ടെക്സ്ചർ വൈസും ടേസ്റ്റ് വൈസും നമ്മുടെ നോർമൽ ഇടിയപ്പം പോലെ തന്നെ ഇരിക്കും. എനിക്കിഷ്ടപ്പെട്ടു. ഞങ്ങളത് ഇത്തിരി മുട്ടക്കറിയും കൂട്ടി